ഈ ബംഗ്ലാവിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. താമരശ്ശേരി കൊലപാതകത്തിൽ കുറ്റാരോപിതരായ കുട്ടികൾ SSLC പരീക്ഷ എഴുതുകയാണ്. ചെയ്യുന്നത് തമ്മാടിത്തരാണെന്ന് ഓർക്കണം. ഞാനെന്ത് ഇവിടെ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ പിള്ളേരളി തമാശ. കുട്ടികളെ പരീക്ഷ എഴുതാൻ അവസരം നൽകിയതിനെതിരെ ജുവനൈൽ ഹോമിന് മുന്നിൽ വൻ പ്രതിഷേധ പരമ്പര തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ അരങ്ങേറിയത്. ചോറുകൾ പലതരം: നെയ്ച്ചോറ്, പാൽച്ചോറ്, ചക്കരച്ചോറ്, വെറും ചോറ്, ഉണക്കച്ചോറ്. ഇതാണ് സാക്ഷാൽ കൊലച്ചോറ്. കലികാലത്തിന്റെ ഓരോ കളികളെ വേണ്ടാത്തതേ ബുദ്ധിയിൽ ഉദിക്കൂ. ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ടേ എന്ത് മര്യാദയാ കാണിച്ചിരിക്കുന്നേ? എന്ത് മര്യാദ? ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്തൊരു ഗതികേടാണ്. ഈ ദ്രോഹം ഒരിക്കലും സമ്മതിക്കാൻ ഒക്കില്ല. എടോ, അതിന് ഞാനെന്ത് വേണമെന്നാ? കംപ്ലൈന്റ് തന്നെ അന്വേഷണം വഴി പോലെ നടക്കും. ഒരിക്കലും ആ കുട്ടികളെ പരിശീലിക്കരുത്. ആ കുട്ടികളെ ശിക്ഷിക്കണം. മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക്. ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത് മാത്യു. എല്ലാം തൊലഞ്ഞു പോട്ടെ. ഇവിടുത്തെ സ്ഥിതി അന്നൊന്ന് വഷളായിക്കൊണ്ട് വരികയാണ്. 15 ബാല നിയമങ്ങളെല്ലാം മാറ്റണം. ടീച്ചർമാർക്ക് നല്ല ഒന്നാം ചൂരവടി കൊടുക്കണം. ഈ പറഞ്ഞത് ന്യായം. ഒരു വർഷത്തേക്ക് വേണ്ടി ധാന്യം വിതയ്ക്കുക, ഒരു പതിറ്റാണ്ടിന് വേണ്ടി മരം നടുക എന്നതുപോലെ ഒരു നൂറ്റാണ്ടിന് വേണ്ടി നൽകേണ്ടതാണ് വിദ്യാഭ്യാസം. കേരളം മുടിഞ്ഞു. ഇനി നന്നാകണമെങ്കിൽ ജാതിയും മതവും പാർട്ടിയും നോക്കാതെ ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം. ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ മുടിഞ്ഞു കേരളം. ഈ വൃത്തികെട്ടവന്മാരെ വെറുതെ വിട്ടാൽ സമൂഹത്തിന് തന്നെ അത് വലിയ ദോഷം ചെയ്യും. ഓ, ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാ എന്റെ ദൈവമേ. ഇത് ശരിയല്ല. എന്റെ മോനാന്ന് ഞാൻ സഹിക്കൂല. എന്റെ മോനാന്ന് ഞാൻ സഹിക്കൂല. ഇത്തിരി മനുഷ്യത്വം, മാനുഷിക മൂല്യം. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ഞാൻ ഇവിടുത്തെ ടീച്ചറായിരുന്നു. ഞാൻ ഇവിടുത്തെ പെൻഷൻ പറ്റിയ ടീച്ചറാ. ഞാൻ പ്രതികരിക്കാൻ തന്നെ വന്നതാണ്. എന്നാലും ഇതൊരു കടുങ്കൈ തന്നെ. ഇത് മഹാദ്രോഹമായി പോയി സാറേ. പ്രസിഡന്റ്, എവരി സിറ്റിസൺ ഈസ് ബൗണ്ട് ടു ഒബേ ദ ലോ. എനിക്ക് സഹിക്കുന്നില്ല. ടിവിയുടെ മുന്നേ ഇരുന്നിട്ട് എന്തുവാ TV കാണുന്ന മുഴുവനും. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇതുപോലൊരു ജനാധിപത്യം ഈ ഭൂമുഖത്ത് എവിടെയെങ്കിലും ഉണ്ടോടാ പത്രോസേ? കണ്ണീരാണ് കുട്ടി. എന്റെ കുട്ടിയാന്ന് ഞാൻ കരയൂലേ? എന്റെ കുട്ടിയാന്ന് ഞാൻ സമ്മതിക്കോ? അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ വന്നതാ. ഇതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ ഒരു ജനകീയ പ്രസ്ഥാനവും ഇല്ല. ഇനിയിപ്പോ ആരെങ്കിലും പ്രതികരിച്ചാലോ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഒറ്റപ്പെടുത്തുക. പ്രതിബന്ധങ്ങളില്ലെങ്കിൽ മതിമറക്കുന്ന പ്രതിബദ്ധത, കാറ്റൊന്ന് മാറി വീശിയാൽ തുമ്മിത്തെറിക്കുന്ന നീതിബോധം. ഇത് ശരിയല്ല. ഇത് ആ കുട്ടികൾക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുത്തെങ്കിലേ ഈ കേരളം നന്നാകത്തുള്ളൂ. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമോ? ശിക്ഷിക്കപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? ഈ കുരുക്കിന്ന് നീ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? രക്ഷപ്പെടും സാർ.